നമസ്കാരമുണ്ട്. ഞാനേ നമ്മുടെ മറൈൻ ഡ്രൈവിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ഫ്ലവർ ഷോ നടത്തുന്നുണ്ട്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വയസ്സിനോട് പറയും വേണ്ടി നമുക്കൊന്ന് ഫ്ലവർ ഷോന് പോയാലാന്ന് പറയും. പക്ഷെ സമയം കിട്ടാറില്ല സത്യം പറഞ്ഞാല്. അപ്പൊ ഇന്ന് നമുക്കൊരു സർപ്രൈസ് ആയിട്ട് ഞങ്ങള് ഫ്ലവർ ഷോ കാണാൻ വേണ്ടി. അപ്പൊ ഞാൻ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു, പറയാണ്ട ചെല്ലുന്നു, ഉടുക്കാൻ പറയുന്നു, ഉടുത്ത് നേരെ എറണാകുളത്തേക്ക് വരുന്നു. ഫ്ലവർ ഷോ പിന്നെ നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരുന്നു. അതിനുവേണ്ടി മുന്തിരി വൈകിടാണ്ട്. അപ്പൊ മുന്തിരിയും കാര്യങ്ങളൊക്കെ വയ്ക്കണം. എല്ലാമായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് പയ്യൻ ഐസ് ഫ്രണ്ടിലായിട്ട് നിൽക്കണേട്ടാ. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഈ ബാക്കിൽ കാണുന്ന ഇതിൽ കൂടിയാണ് നമ്മൾ അകത്തേക്ക് കയറാൻ പോണത്. നമ്മൾ പയ്യ അകത്തേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുമ്പിൽ കാണുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ കണ്ട ഇഷ്ടംപോലെ ചെടികൾ ഇങ്ങനെ നല്ല ഭംഗിക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ടാ. ഇപ്പം നല്ല ക്ലൈമറ്റ് ആയ കാരണം ചെടികളെല്ലാം കൊണ്ടെന്ന് വെച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിനകത്തോട്ട് കയറിയിട്ടേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മറൈൻ ഡ്രൈവ് ആണെന്നൊക്കെ പറയാൻ പറ്റില്ല. നമ്മുടെ മറൈൻ ഡ്രൈവ് നമ്മുടെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ വെറും മരുഭൂമി പോലെ ഇരിക്കുകയാണ്. പക്ഷെ ഇത് കണ്ട എൻ്റെ ചുറ്റും പൂക്കൾ കൊണ്ട് അവർ അലങ്കരിച്ച് വെച്ചേക്കാണ്. വേറെ സൂപ്പറാണ്. എന്നുവെച്ചാൽ ഇതെല്ലാ വർഷവും നടത്തണം ഈ ഫ്ലവർ ഷോ. നമ്മൾ വേറെ എവിടെയോ എത്തിപ്പെട്ടൊരു ഫീലാണ്ട. പല രീതിയിൽ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭംഗിക്ക് അക്വേറിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ മീനും കാര്യങ്ങളുണ്ട്. നമ്മളിങ്ങനെ കൈ വെച്ച് കൊടുത്താൽ നിങ്ങൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കണ്ടാ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. ഇതാണ് നല്ല സൂപ്പറായിട്ട് ഒരു വാട്ടർ ഫൗണ്ടൻ പോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം മൊത്തൻ്റെ തലയിൽ വീഴുന്നുണ്ട്. രസമാണ് ഇതിൻ്റെ അകത്തോട്ട് വരാണ്ട. ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത് എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് നെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ നനയും, ഫോണും നനയും. അത് കാരണം ഞാൻ വേഗം പോകുന്നു. അതിൻ്റെ പുറകെ എൻ്റെ ഭാര്യ വരുന്നുണ്ട്, ഇതേ മമ്മി വരുന്നു, പിന്നെ കാണാൻ വരുന്ന വേറെ കുറച്ച് ആൾക്കാരും. അങ്ങനെ നമ്മൾ ആ ഫൗണ്ടൻ്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ഫീൽ, നല്ല കോട പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ കാണിച്ചോട്ടെ. ചെറിയ സ്നോ ഒക്കെ കൊടുത്തേക്കണത്. സ്മോക്കറാണ്. ഇത് കാണാൻ പറഞ്ഞ ഒരു രക്ഷയില്ല, വേറെ ഫീലാണ്. ഞാൻ കാണിച്ചിട്ടാ. കാരണം ഞാനിപ്പോൾ നിൽക്കണത് കോടയുടെ അകത്താണ്. ചില നമ്മുടെ സൈഡിൽ ചെറിയ സ്മോക്കർ പോലെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കോട പോലെ ഇങ്ങനെ സ്മോക്കിന് ഇട്ട് കൊടുത്തേക്കണ. നിങ്ങളുടെ കയറി വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വഞ്ചിയുടെ രൂപത്തിൽ കുറച്ച്, ഇത് ഒറിജിനൽ പൂവല്ല, പ്ലാസ്റ്റിക് പൂവാണ്. പക്ഷെ ഇതൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക കഴിവാനുള്ളതാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു കൊച്ചിങ്ങനെ നമ്മുടെ കോടയുടെ അകത്തൊരു പോയിക്കൊണ്ടിങ്ങനെ ഉണ്ടാ. അതിനെന്താ സംഭവം ഒന്നും ഇവിടുന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ തന്നെ വരുന്നത് ഞാൻ ഒരു ഊഞ്ഞാലയിൽ കയറ്റി ഇരുത്തിയേക്കണേട്ടാ. നീ അവിടെ നോക്കി, അതൊക്കെ ഭൂലോക പേടിയാണ്. എന്നാലും അവിടെ ഇരിക്കട്ടെ. അങ്ങനെ മെറി ഇരിക്കണപ്പോഴത്തേക്കും മമ്മിക്കും കൊതിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മമ്മീനെ കയറ്റി ഇരുത്തിയേക്കണം ഊഞ്ഞാലയിൽ. പൈമേട്ടാ ഒരു രക്ഷയില്ല, നല്ല സ്ട്രേസ് സാധനമാണ്. എങ്ങനെ നമ്മുടെ കയ്യോ കാലോ വെള്ളത്തിൽ കൊണ്ടു കഴിഞ്ഞാൽ അപ്പം നമ്മൾ അറ്റാക്ക് ചെയ്ത് കളയും. അത്രയും അഗ്രസീവായിട്ടുള്ളൊരു മീനാണ്ട. ഞാൻ ഇത്രയും ഇങ്ങനെ ഇട്ടേക്കണത് ആദ്യമായിട്ട് കാണുകയാണ്. നമ്മുടെ പുറകിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ. രാപ്പൈമത ഇങ്ങനെ നടക്കണം. അതിനെന്തെങ്കിലും ഫുഡ് വല്ലതും കിട്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. മമ്മി തൊടല്ലേട്ടാ. ഇങ്ങനെ ബൈറ്റിങ് ഉള്ള മീനാണ്. നമ്മുടെ മുതലിനേക്കാളും അത്ര അഗ്രസീവാണ് മീൻ. പയ്യ ഇങ്ങനെ നോക്കിപ്പോഴാണ്. അതായത് നമ്മുടെ പുറകിൽ ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഫ്ലവർ ഷോയുടെ സാധനം സെറ്റ് ചെയ്തേക്കണം. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇറങ്ങാൻ വേറെ സ്റ്റാളും കാര്യങ്ങളുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് കയറാം, വേറെ എന്തല്ലേ നോക്കാം. ഇങ്ങോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഓരോ ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ്. മസാജിങ് പോലത്തെ സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെ. ഇത് മറ്റേ ഇലക്ട്രിക്കിൻ്റെയും ഗ്യാസിൻ്റെയൊക്കെ എമർജൻസി പോലത്തെ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഓരോ ഹോം അപ്ലൈമെൻറ്റ്സിൻ്റെയും അതിൻ്റെ ഓരോരോ ആവശ്യങ്ങളും അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മസാജിങ് പോലത്തെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇപ്പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ സോഫ സെറ്റാണ്. നല്ല കിടുക്കാച്ചൊരു സോഫ ഇവിടെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സോഫയിലേക്ക് മമ്മിനെ കയറ്റി ഇരുത്തിയേക്കുന്നുണ്ട്. മമ്മിയുടെ ഇറങ്ങിയിരുന്നേ. അപ്പോൾ അതേപോലെ അതിൻ്റെ ഫീല് എങ്ങനെ ഉണ്ടെന്ന് കണ്ട. അങ്ങനെ ചാരിക്കോ കണ്ട. നല്ല കിടക്കാച്ചൊരു സോഫയുണ്ട്. അതിനകത്തേക്ക് മമ്മിനെ അങ്ങോട്ട് ചാരി ഇരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാണ്ട് ഇവിടെ ചേട്ടനുണ്ട്. സോഫൊക്കെ എങ്ങനെയായിട്ട് റേറ്റ്? 34,000 രൂപ അല്ലേ? അതെങ്ങനെ ഈ റെഡി പേയ്മെൻ്റ് ആണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ്? നിങ്ങളുടെ ഏതോ കമ്പനി ഓടുന്നത്? മലപ്പുറം അല്ലേ? ഓക്കെ ഏട്ടാ. വേണ്ട കേട്ടോ. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ആയുർവേദ ഐറ്റംസും കാര്യങ്ങളാണ്. താരം മാറാനുള്ളത്, പിന്നെ മുൾട്ടാന് മിൽട്ടി അങ്ങനെയുള്ള കുറേ ഐറ്റംസും കാര്യങ്ങളും കേട്ടോ. പറഞ്ഞോട്ടാ, പറഞ്ഞു ചേട്ടൻ എന്താ പറയാനുള്ളത്? ചെറിയൊരു വ്ളോഗിങ് ചേട്ടൻ പറഞ്ഞോ. മൂന്ന് ദിവസം കൊണ്ട് മാറ്റിയെടുക്കാം. ഓക്കെ.
ഓക്കെ. എവിടെ നിന്നാ നിങ്ങൾ? ആളൂരല്ലേ? ഓക്കെ. കൊടുത്തിട്ട് സോപ്പ് വാങ്ങിച്ചിട്ടുണ്ട് മുൾട്ടാൻ മിൽട്ടി. അതിനകത്ത് മറ്റേ കട്ടർ വാഴയും കൂടി മിക്സ് ആയിട്ടുള്ളതാ. എപ്പോഴും മറ്റേ മുൾട്ടാൻ മിൽട്ടർ മാത്രമാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് വാങ്ങിച്ചു നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. പുതിയ പ്രൊഡക്റ്റ് ആണ്. പിന്നെ അതുപോലെ താരൻ്റെ മരുന്നുണ്ട്. ഇത് മറ്റേ ദന്തപാല കട്ടർ വാഴയൊക്കെ മിക്സ് ആയിട്ടുള്ള ഇതിനൊരു 300 റുപ്പീസ് ആണ് പറയണത്. എന്നാലും ഇപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം വാങ്ങിക്കല, നമ്മൾ വേറെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണം പിന്നെ നമ്മളിത് എടുക്കണില്ല. അപ്പം ഇവിടെ വരുന്നതാണെങ്കിൽ നമുക്ക് ഇതൊക്കെ വാങ്ങിക്കാം. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. അതെ, അങ്ങനെ നമ്മൾ മുൾട്ടാൻ മിൽട്ടർ സോപ്പ് പുതിയത് വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്ക് ആച്ചാരം പുതിയൊരു സാധനം കൂടി കാണിച്ചിട്ടുണ്ടാവും. ഇതെന്ന് വെച്ചാൽ ഒരു 3-4 അസുഖത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തൊക്കെയാന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് നോക്കി പറഞ്ഞത്, തലവേദന, മൂക്കടപ്പ്, ജലദോഷം, പിന്നെ മുട്ടുകാൽ വേദന, നടുവേദന, കഴുത്ത് വേദന, തൊണ്ട ചൊറിച്ചിൽ, മസിൽ പെയിൻ, അങ്ങനെ കുറേ ഐറ്റംസിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാത്തിനും കൂടി ഒരൊറ്റ ബാമൂതി. കയറി വരുമ്പോഴത്തേക്കും കുറേ സോളാർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോളാറിൻ്റെ വെട്ടത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന സാധനം ഉണ്ടാകും. പിന്നെ വീടിൻ്റെ ഉള്ളിൽ ആളെ എത്ര റേറ്റ് അതിന്? ഇത് 1600 വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതെ 1600 നമുക്ക് 50% ഡിസ്കൗണ്ടിലാണ് ഇവരിവിടെ കൊടുക്കുന്നത്. വയ്യ കടന്നു വരുമ്പോഴത്തേക്കും കുറേ ഗ്ലാസ് കാര്യങ്ങൾ, അങ്ങനെ കുറേ ഐറ്റംസും കാര്യങ്ങളുണ്ട്. 2 100 രൂപയെന്നാണ് ഈ ഗ്ലാസിൻ്റെ കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ ചെറിയ ചെറിയ ഭരണികൾ, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള എക്സ്പോയിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കാശ് പോകണമെന്ന് നമ്മൾ അറിയില്ല. വെച്ചാൽ എൻ്റെ വൈഫും മമ്മിയൊക്കെ മുമ്പിൽ പോയിട്ടുണ്ട്. വേഗം ചെന്നില്ലെങ്കിൽ അവർ ചിലപ്പോൾ കാശൊക്കെ ഇപ്പം തന്നെ അടിച്ച് തീർക്കും. ഒന്നും നോക്കണ്ട, വെറൈറ്റി കുറേ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് വേണ്ട സാധനങ്ങളാണ്. അച്ചാറ്, പലതരം അച്ചാറുകളുണ്ട്. പിന്നെ അതേ തേൻ നെല്ലിക്ക, പിന്നെ ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഇതുപോലെ. ഇത് മറ്റേ നെല്ലിക്കല്ലേ, ഡ്രൈ നെല്ലിക്ക. അങ്ങനെ ഇഷ്ടംപോലെ അച്ചാറുകളുണ്ട്. എപ്പോഴും ഞങ്ങൾ വരുമ്പോഴത്തേക്കും മെയിനായിട്ട് വാങ്ങിക്കണ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നല്ല അച്ചാറുകൾ നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഒരു ഉണക്ക വാങ്ങേണ്ട അച്ചാറ് ഞാൻ ആലോചിച്ചിട്ടാ. സംഭവം കുഴപ്പമൊന്നുമില്ല, അടിപൊളി, നല്ല പുളിയാണ്. അതിൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. ഇഷ്ടംപോലെ അച്ചാറും കാര്യങ്ങളുണ്ടാവും. നമുക്ക് ഇവിടെ വരുമ്പോൾ ഏത് ടേസ്റ്റ് ചെയ്ത് വാങ്ങിക്കണമെന്ന് കൺഫ്യൂഷനായി പോകും. ഇവിടെ നിന്നപ്പോൾ മുളകിൻ്റെ അച്ചാറ് സാമ്പിൾ നോക്കാൻ കൊടുത്തിട്ടുണ്ടാവും. രണ്ടുപേരും കൂടി പയ്യെ സാമ്പിൾ നോക്കണം. ഓരോ അച്ചാറ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അത് നമുക്ക് വാങ്ങിക്കാം. നമ്മുടെ എക്സ്പ്രഷൻ കേട്ടോ. അപ്പോൾ മമ്മിയുടെ മോന്തൊക്കെ എക്സ്പ്രഷൻ കണ്ടിട്ട് നെറി കഴിക്കണോ വേണ്ടെന്ന് നോക്കുകയാണ്. കഴിച്ചു നോക്കുക, എന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടാൽ നോക്ക്. ആർക്കാലും ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വാങ്ങിക്കാം. അതൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട്? ഇതേ ടിഷ്യൂ തരാം രണ്ടുപേർക്കും. എക്സ്പ്രഷൻ കൊണ്ട് പറ്റണല്ല. അത് വെറൈറ്റി അച്ചാറടാ. എല്ലാ അച്ചാറും നമുക്ക് സാമ്പിൾ തരും. അവർ ഇഷ്ടംപോലെ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മളെപ്പോഴും വരുമ്പോൾ കാണുകയാണ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാം. ഒരു എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് 1 കിലോ 150 രൂപ. അച്ചാറ് വാങ്ങിച്ചിട്ട് മമ്മിയും അവളും കൂടെ അങ്ങനെ നടന്നിട്ട് ഞാൻ അതേ പുറകെ വേണം. അപ്പോൾ എല്ലാം നമുക്ക് സാമ്പിൾ നോക്കി നമ്മുടെ ഇഷ്ടം, നമുക്ക് ഇഷ്ടപ്പെട്ട ശേഷം നമുക്ക് ഓക്കെ ആണെങ്കിൽ വാങ്ങിക്കാം. സാമ്പിളിന് തന്നെ ഒരു മടിയില്ല, എന്തോരം വേണമെങ്കിൽ സാമ്പിൾ വരും. അപ്പോഴേ ഞങ്ങൾ പയ്യെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാ. ഇനി അടുത്ത ബുക്കിൻ്റെ സെക്ഷനാണ്, അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല വെറൈറ്റി ബുക്സും കാര്യങ്ങളൊക്കെ കേട്ടോ. നമുക്കിപ്പോൾ എന്താ പറയുക, ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ബാഗ്, പിന്നെ കോട്ടൺ പാൻസ്, അങ്ങനെയുള്ള ഫാൻസി ഐറ്റംസും കാര്യങ്ങളുടെ സെക്ഷനിലേക്കാണ് നമ്മൾ അടുത്ത് കിടക്കുന്നത് കേട്ടോ. നിർണ്ണയം കൂടി വളഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ട് 2 ഹിന്ദിക്കാർ. വാങ്ങിക്കാൻ പോകണമെന്നില്ല, കൊടുക്കത്ത റേറ്റ് ആയിരിക്കുള്ളൂ. അങ്ങനെ ബാഗ് നോക്കി വരുമ്പോൾ ഡിസ്കൗണ്ട് സെയിൽ നിന്ന് കണ്ടേക്കണം. 2 കൂടി അവിടെ പയ്യ സ്റ്റോപ്പ് ആയേക്കണ കേട്ടോ. 200 രൂപയുടെ ബാഗിന് 100 രൂപയെന്ന് കണ്ടപ്പോഴത്തേക്ക് 2 പയ്യെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് 200 രൂപയുടെ ബാഗ് ഡിസ്കൗണ്ട് സെയിൽ എന്നും പറഞ്ഞിട്ട് അവർ 100 രൂപ കൊടുക്കണം. അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം വാങ്ങിക്കണോ വേണ്ടേന്ന്. വലിയ പേഴ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കുണ്ട അലുവ ഇരിക്കുന്നുണ്ട്. പല വെറൈറ്റി അലുവയും കാര്യങ്ങളാണ് കേട്ടോ. എല്ലാ സാമ്പിളുണ്ട്. ഇഷ്ടംപോലെ അലുവ വെറൈറ്റിയും കാര്യങ്ങളുണ്ട് കേട്ടോ. സ്ട്രോബെറി ഉണ്ട്, കാന്താരി ഉണ്ട്, പിന്നെ ഈന്തപ്പഴമുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. സ്റ്റാളിലിരിക്കണ ചേട്ടനാട്ടാ. പുള്ളിക്കാരൻ്റെ ജോലി നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ വായില വെള്ളം പറ്റിയാൽ നമുക്കൊരു കച്ചവടം നടക്കുള്ളൂ അല്ലേ. ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് വന്നത്? 1 കിലോ 200 രൂപ. ആ, ഏതെടുത്താലും 200 രൂപ. എന്തൊക്കെയുണ്ട്? ചോക്ലേറ്റ്, മാമ്പഴ, ഓറഞ്ച്, പൈനാപ്പിൾ, ബദാം, സ്ട്രോബെറി, ഇതെല്ലാം നിങ്ങളുടെ മേക്കിംഗ് ആണ്. ഓക്കെ. ഈ നമ്മുടെ ചിപ്സ് പോലത്തെ ഐറ്റംസ്, പരിപ്പ്, പിന്നെ കപ്പലണ്ടി, കടല,
പിന്നെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. എന്തോ ഒരു സാധനം എനിക്ക് തന്നിട്ടുണ്ട്, എന്താണെന്ന് നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ. കൂട്ടത്തിൻ്റെ ഒരു സാധനം എടുത്തിട്ട് എന്നോട് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് എന്നെ പരീക്ഷയാണ്. ചിലപ്പോൾ ഞാൻ തോന്നും, ചിലപ്പോൾ ഞാൻ ജയിക്കും, നോക്കാം. അവളെ തോറ്റോട്ടാ. അടുക്കള കയറി പെരുമാറാൻ എന്നോട് ചോദിക്കണത് എന്ത് സാധനമാണെന്ന്. ഒരു മരപ്പെട്ട് എന്ത് പച്ചക്കറി ഇട്ടാലും നമുക്കറിയാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സാധനമാണ് പച്ചക്കറി. അപ്പോൾ അത് ചേന ഫ്രൈ ചെയ്ത് തന്നിട്ട് എന്നോട് സാമ്പിൾ അടിച്ച് നോക്കുന്നതാണ്. ഞാൻ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ചേനയാണെന്ന്. നമ്മളിത് വാങ്ങിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് ചേമ്പിൻ്റെ ചിപ്സും വാങ്ങിച്ച് കടച്ചക്ക മിക്സും കൂടെ വാങ്ങിച്ചേട്ടാ. കൂടെടാ നമ്മൾ ഇപ്പുറത്തേക്ക് വന്നപ്പില്ലേ ബിസ്ക്കറ്റ്, പിന്നെ പഴയകാല മിഠായികൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ആ കടയെ കാണിച്ചതാ. ഇതൊക്കെ നമ്മളെ നാരങ്ങ മിഠായി ഉണ്ട്, പിന്നെ ഗ്യാസ് മിഠായി ഉണ്ട്, പീല് മിഠായി ഉണ്ട്, പിന്നെ നമ്മുടെ കളർ മിഠായി ഉണ്ട്, പുളിജാം ഉണ്ട്, ലവ് ചിഹ്നം, അങ്ങനെ ഇഷ്ടംപോലെ നമ്മുടെ പണ്ടത്തെ സ്കൂളിൽ നമ്മൾ പോയപ്പോൾ കഴിച്ചതെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ മിഠായിലൂടെ തൂക്കിയിട്ടുണ്ടാ. ഈ ഒരു മിഠായി സെക്ഷൻ കണ്ടപ്പോൾ പഴയ ഒരു നൊസ്റ്റാൾജിയ ഫീൽ നമുക്കവിടെ പൊട്ടിമുളച്ച്. നമ്മുടെ ഓറഞ്ചിൻ്റെ പഴയ പണ്ടത്തെ കുഞ്ഞു മിഠായി കാര്യങ്ങൾ നാളെ ഷോ കാണിച്ചെന്ന് വെച്ചാൽ മറ്റേ സിഗരറ്റ് മിഠായില്ലേ, അതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ അപ്പുറത്ത് നിന്നപ്പോഴത്തേക്കും ഇവിടെ ബലൂൺ പൊട്ടിക്കുന്ന ഒരു ഗെയിമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെയിം കാരണം ഞാനൊരു തോക്കെടുത്തിട്ട് നൈസായിട്ട് പൊട്ടിക്കാൻ നോക്കിയിട്ട്, പക്ഷെ നടന്നില്ല. ഇവിടെ എയിമിങ് കറക്റ്റായില്ല. നമ്മൾ ഇവിടുത്തെ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടെ. ഇനിയിപ്പോൾ അപ്പുറത്ത് ഹൈക്കോടതിയിൽ വേറൊരു ഇതുണ്ട്, അതും കൂടി നോക്കാൻ വേണ്ടി പോണേണ്. മമ്മിക്ക് അപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെയും കൂടി പോയി നോക്കിയിട്ട് അവിടെ എന്താ വിശേഷം നോക്കാം. അപ്പോൾ അങ്ങോട്ട് പോട്ടേടാ. ആ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് വണ്ടിക്ക് ഇതിലേ കൂടി ചീർപ്പാഞ്ഞ് പോയിട്ടുള്ളൂ. നമ്മുടെ ഓട്ടോ കാരണം നമ്മൾ ഓട്ടോ അടിച്ച് ചീർപ്പാഞ്ഞ് പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ സമയത്ത് നമ്മുടെ മറൈൻ ഡ്രൈവിൽ കൂടി നടക്കണേടാ. നടക്കാനുള്ള ഒരു ഭാഗ്യവും കൂടി എന്തോ ഇങ്ങനത്തെ ഒരു എക്സ്പോ വന്നപ്പോഴത്തേക്ക് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആശിഷിൻ്റെ അവിടെ എത്തിയടാ. നമ്മൾ ഫ്ലവർ ഷോയിലെല്ലാം കയറി അവിടെ ഒരാൾക്ക് കയറാൻ വേണ്ടി 100 രൂപ ടിക്കറ്റ് പാസ്. ഇപ്പുറത്തെ ഫ്രീ ആണ് നമ്മുടെ ഹൈക്കോടതിൻ്റെ അടുത്ത്. അപ്പം ആദ്യത്തേൽ കുഴപ്പമില്ല, നമുക്ക് കാണാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വലിയ തിരക്ക കാര്യങ്ങളൊന്നുമില്ല. ഫ്രീ ആയിട്ട് നമുക്ക് സമാധാനത്തോടെ ഇരുന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ തീരാണ്. നമ്മുടെ പുതിയ വീഡിയോ നമ്മുടെ ക്രിസ്മസിന് വേണ്ടി നമ്മുടെ ബ്രോഡ്വേ മാർക്കറ്റ് അണിഞ്ഞുരങ്ങിയിരിക്കണ കളർഫുൾ ആയിട്ടുള്ള വീഡിയോ ഞാൻ വീണ്ടും വരും. എന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം റോച്ച. താങ്ക് യു.